അപ്പോൾ ഒന്ന് വീണ് ചത്ത് ചീഞ്ഞ് മറ്റൊന്നിന് വളമാകുന്ന ഒരു കാലഘട്ടത്തിലാണ് നമ്മൾ ജീവിക്കുന്നത്. അതുകൊണ്ടാണ് രാഹുൽ മാങ്കൂട്ടത്തിൻ്റെ വീഴ്ചയിൽ ഗൂഢമായി ആനന്ദിക്കുന്ന ചിലരെങ്കിലുമുണ്ട് കോൺഗ്രസ് പാർട്ടിയിൽ, അനേകരുണ്ട് ഇടതുപക്ഷത്ത്. കാരണം കോൺഗ്രസിനും യു ഡി എഫിനും ഒരു ഭരണവിരുദ്ധ വികാരത്തിൻ്റെ തേരിലേറി ഭരണത്തിൽ വരാം. തദ്ദേശ തെരഞ്ഞെടുപ്പുകളിൽ സമനില പാലിച്ചാൽ പോലും നിയമസഭാ തെരഞ്ഞെടുപ്പിൽ മെച്ചപ്പെട്ടൊരു പ്രകടനം, പ്രത്യേകിച്ച് ഐദർ വി ഡി സതീശൻ ഓർ രമേശ് ചെന്നിത്തല ഓർ കെ സി വേണുഗോപാൽ മുഖ്യമന്ത്രി പദത്തിലേക്ക് എത്തുന്ന രീതിയിൽ കോൺഗ്രസിന് ഒരു മേൽക്കൈയുണ്ട് എന്ന് ചിന്തിക്കുമ്പോഴാണ് ഈ ഒരു വിവാദം വരുന്നത്. ഇത് ഇനിയുള്ള 7-8 മാസം, തെരഞ്ഞെടുപ്പിന് മുമ്പുള്ള 8 മാസം ഇതേ ഇൻറ്റൻസിറ്റിയിൽ കത്തിച്ചു നിർത്താൻ ആവുമോ എന്നതാണ് ഭരണപക്ഷം, ഇപ്പോൾ CPM ആൻഡ് ഭരണപക്ഷം ചിന്തിക്കുന്നത്. ഇതിൽ നിന്നും എന്തെങ്കിലും ഒരു നേട്ടം തങ്ങൾക്ക് ലഭിക്കുമോ? പ്രത്യേകിച്ച് കന്യാസ്ത്രീ വിഷയത്തിലൊക്കെ കൈപൊള്ളി നിൽക്കുന്ന BJPക്ക് ഒരു ചിന്ത മായ്ച്ചു കളയാൻ എന്തെങ്കിലും ഇതിൽ നിന്ന് ലഭിക്കുമോ എന്ന ചിന്ത ഭാരതീയ ജനതാ പാർട്ടിക്കുമുണ്ട്.